സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ സ്വാഭാവികമായി സ്ത്രീകളതാ മുത്തുനബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ ചോദിക്കുകയാണ്. ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലൈസ ഹുവ അഅ്മാ ലാ യുബസിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, ആ കടന്നു വരുന്ന ഇബ്നു ഉമ്മി മക്തൂം അന്ധനല്ലയോ? അന്ധനല്ലയോ? കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത വ്യക്തിയല്ലയോ? എന്തിനാണ് ഞങ്ങൾ മറന്നു നിൽക്കുന്നത് നബിയേ? അദ്ദേഹത്തിന്റെ ആവശ്യം തങ്ങളുടെ ചാരത്ത് വന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ ഞങ്ങളെ തങ്ങളുടെ ചാരത്തിരിക്കലുകൊണ്ട് എന്ത് പ്രശ്നമാണ് നബിയേ? അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. ഞങ്ങളെ കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ, അന്ധനായ വ്യക്തിയല്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കുകയാണ്, അഫഅമിയാവാനി അൻതുമാ അലസ്തുമാ തുബസിറാനിഹി. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അന്ധത ബാധിച്ചിട്ടുണ്ടോ? അദ്ദേഹം നിങ്ങളെ കാണുകയില്ല, ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? അത് പാടില്ല, പാടില്ല, അത് ഹറാമാണ്, ഹറാമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാസർഗോഡുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, മുഖം മറച്ചു നടക്കുന്ന സഹോദരിമാരടക്കം എത്രയോ സഹോദരിമാര് ശ്രദ്ധിക്കാത്ത വിഷയമാണ്. അന്യരാകുന്ന പരപുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ അവരിലേക്ക് തുറച്ചു നോക്കുന്നവരെ ഹറാമാണ്, ഹറാമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത്. ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതും അത് തന്നെയാണ്. വഖുല്ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ فروجهم وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. മുസ്ലിം പുരുഷന്മാരോടും മുസ്ലിം സഹോദരിമാരോടും ഖുർആൻ ഉറപ്പെടുത്തിയത് തന്നെയാണ്, കണ്ണുകളെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഹറാമിലേക്ക് നോക്കരുതേ, ഹറാമിലേക്ക് നോക്കരുതേ. നോട്ടം പാടില്ല, ഇങ്ങോട്ടും പാടില്ല. പുരുഷന്മാര് നോക്കാൻ പാടില്ല, സ്ത്രീകൾ നോക്കാൻ പാടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശ്രദ്ധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ വളരെ സാലിഹായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അത്രേ. എല്ലാവരും സാലിഹീങ്ങൾ തന്നെയാണ്. പക്ഷേ സ്വഹാബത്തടക്കം ഇന്നഹു സ്വഹാബത്തെല്ലാവരും അവരിൽ ഏറ്റവും നല്ലവരായ വ്യക്തിയായിട്ട് സ്വഹാബത്ത് എണ്ണിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നല്ല മനുഷ്യൻ, നിസ്കാരം കറക്റ്റ്, നോമ്പ് കൃത്യം, സകാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എല്ലാ അമലുകളും ചെയ്തൊരു വ്യക്തിയാണ്. നല്ല മനുഷ്യൻ. അവരിൽ ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് അവർ എണ്ണിയിരുന്നത് അദ്ദേഹത്തെ, നല്ല മനുഷ്യനായിട്ടാണ്. അങ്ങനത്തെ ഒരു വ്യക്തി ഇശാ നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ പിറകെ കൂടും. ഒരു പെണ്ണ് പിറകെ കൂടാൻ. അതാണ് ഞാൻ ആദ്യം തന്നെ ഓതി വെച്ചത്. ഇന്നല്ലാഹ കതബ അല ബിനി ആദമ നസീബഹു മിനസ്സിന മുദ്രികുൽ ലാ മഹാലത. ഓരോ ആദമ സന്തതികൾക്കും വ്യഭിചാരത്തിന്റെ സാധ്യതകൾ പടച്ചറപ്പ് കൊണ്ടുവന്നെത്തിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല്ലാതെ പോകൂല. സയ്യിദുനാ റസൂലുള്ളാഹി. പുരുഷന്മാരെ, സ്ത്രീകളെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് കുണ്ടന്മാരെങ്കിലും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിക്കൊണ്ടു. ഇത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം അത്തരത്തിൽ ലിവാത്തിന്റെ അഹ്ലുകാരും ഇന്ന് നമുക്കിടയിൽ അധികരിച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മൊബൈൽ ഫോൺ കൊടുക്കുക, 10,000 രൂപയുടെ മൊബൈൽ ഫോൺ, എന്നാടാ പിടിച്ചോ, ഇന്ന കടയുടെ ബാക്കിലോട്ട് പാതിരാത്രിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കും. മൊബൈൽ കൊടുക്കുക, പിള്ളേരെ നെറ്റ് കണക്ഷൻ നിനക്ക് വരുത്തി തരാം, ഈ ഒരു 10 മിനിറ്റിനടുത്ത് വന്ന്
ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് പറയണ്ടേ? നബിതങ്ങൾ പറഞ്ഞത് അത് ശരി തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ശരി തന്നെയാണ്. നികാഹുർ റജുലി അർറജുലാ വ നികാഹുൽ മർഅതി അൽ മർഅതാ. പുരുഷൻ പുരുഷനുമായി ലൈംഗിക രതിക്കിടയിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വനികാഹുൽ മർഅതി അൽ മർഅതാ, സ്ത്രീകൾ സ്ത്രീകളുമായി തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. 16-15 വയസ്സുള്ളതാകുന്ന ചുറുചുറുപ്പുള്ള വെടുപ്പുള്ള കുണ്ടന്മാര് ചക്കന്മാര് ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ലൈംഗിക രതിക്കിടയ്ക്ക് കൊണ്ടുവരുന്ന സഹോദരങ്ങളില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വ്യക്തമല്ലയോ? നികാഹുർ റജുലി അർറജുലാ, പുരുഷന് പുരുഷനുമായി ലൈംഗിക വീഴ്ച നടത്തിക്കൊണ്ട് സമൃദ്ധി അടയുന്ന കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളമാ. തീർന്നില്ല. വനികാഹുൽ മർഅതി അൽ മർഅതാ, ഹോസ്റ്റലിൽ പഠിക്കുന്നതാകുന്ന സഹോദരിമാര് അവരുടെ കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സായുജ്യമണിഞ്ഞുകൊണ്ട് രതിക്രീഡയിൽ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം വരുത്തുന്ന എത്രയോ സഹോദരിമാരുണ്ട്. വിവാഹത്തിന് താല്പര്യം വെക്കാത്ത എത്രയോ മംഗമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതും ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വിധങ്ങൾ ഇതൊന്നും പറയാത്തില്ല. എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അവർക്കിടയിൽ സാലിഹായി എന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പിറകെ ഒരു പെണ്ണുകൂടാൻ ഇശാ നമസ്കരിച്ചിട്ട് പോയതാ. ഇശാ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പോയ മനുഷ്യൻ, ഒരൊറ്റ വഖത്ത് ജമാഅത്ത് ഒഴിയാത്തൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ പിറകെ പെണ്ണുങ്ങനെ നടന്ന് വശീകരിച്ച് എപ്പോഴും അങ്ങനെ ഉണ്ട്. അന്നത്തെ ദിവസം വല്ലാതെ കൂടി അവസാനം ഇദ്ദേഹത്തിന്റെ മനസ്സ് അതിലേക്കൊന്ന് ലയിച്ചു. അറിയാതൊന്ന് നോക്കിപ്പോയതാണ് പെണ്ണിലേക്ക്. പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടയായി വീട്ടിലേക്ക് ചെന്നു. പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കതകങ്ങോട് അടച്ച സന്ദർഭത്തിൽ തന്നെ ഈ സഹോദരൻ വേഗം ബോധരഹിതനായി. അല്ലാമ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അവിടുന്ന് രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ബോധരഹിതനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ പെണ്ണും അവളുടെ വൃത്തിയും കൂടി വേഗം തന്നെ പൊക്കിയെടുത്തിട്ട് ഇവനെ ചുമന്ന് നേരെ കൊണ്ടുവന്നു. ഇവന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവച്ചു. വീട് പിന്നെ വലിയ ദൂരമില്ല, വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട്. അദ്ദേഹം തലമൂത്ത ഉപ്പ ഇങ്ങനെ കാത്തിരിക്കുക. മകനെ കാണുന്നതിൽ ഇശാസ്കരിച്ച് കുറെ ടൈമായി. മകൻ എവിടെ പോയി? മകനെ നോക്കി കാത്തിരിക്കുകയാണ്. മക്കളെ എപ്പോഴും വൈകി വരുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ടാവണം. അവരാണ് യഥാർത്ഥ മാതാപിതാക്കൾ. അല്ലാതെ മകൻ എവിടെ പോയി? അവന് 12-1 മണി, 11:30 ഉള്ളൂ, 1:30 എന്ന് പറയുന്ന വാപ്പായുമായി ആകരുത്. മക്കളെ കുറിച്ച് എപ്പോഴും ആശങ്ക ഉണ്ടാകും. ട്യൂഷൻ വിട്ടു, സാധാരണഗതിയിൽ വരുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്, വൈകുന്നുണ്ട്, എന്താണ് പെട്ടെന്ന് തന്നെ വിളിച്ചു ചോദിക്കുക. സ്കൂളിലെ ടീച്ചർമാരുമായി, സ്കൂളിലെ അധ്യാപകരുമായി, ട്യൂഷൻ സാറുമായിട്ടൊക്കെ എപ്പോഴും ഒരു ബന്ധം വേണം. എന്തിനാ പിന്നെ ഈ ഫോൺ വെച്ചിരിക്കുന്നത്? ഫോൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിച്ച് കളിക്കാൻ. ഈ ഫോൺ ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയാണ്. ഇത് മാന്യമായ രീതിയിൽ ഉപകരിക്കും. ടീച്ചർമാരെ വിളിച്ചിട്ട് ചോദിക്കണം, മകൻ അവിടെ വരുന്നുണ്ടോ, ക്ലാസ്സിൽ വരുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ക്ലാസ് ടീച്ചറുമായി എപ്പോഴും ബന്ധമുണ്ടാകണം. സ്കൂളിൽ എത്തിയിട്ടുണ്ടോ, എപ്പോഴും ബന്ധമുണ്ടാകണം. വല്യപ്പ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് ഈ സഹോദരിയും വൃത്തിയും കടന്നു വരുന്നത്. എന്തു പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു, വരുന്ന വഴിക്ക് അദ്ദേഹം ബോധം കേട്ട് കിടക്കാണ് ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ ഇങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ടെന്ന് വെച്ചു. സ്ത്രീകൾ പോയതിനു ശേഷം വല്യപ്പ എന്ത് ചെയ്തു? മുഖത്ത് വെള്ളം തെളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചപ്പോ ഈ സഹോദരൻ വിളിച്ചു ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ എവിടെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അന്വേഷിക്കുകയാണ്. ഉപ്പ ചോദിച്ചു, എന്തിനാണ് മകനെ, എന്താണ് കാര്യം, എന്താണ് ഇതുവരെ വൈകിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നില്ല. അവസാനം നിർബന്ധിച്ചപ്പോൾ ആ സഹോദരന് പറയുകയാണ്, ഉപ്പാ എന്നെ ഇന്നതുപോലെ ഒരു പെണ്ണ് വശീകരിച്ചവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി.
റബ്ബിനെ പേടിച്ചതാകുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത്. ഉപ്പായം നീ കുട്ടി പറയുമ്പോ ഇത് അമീറുൽ മുഅ്മിനീനോട് ചോദിക്കണേ എന്ന് പറയുമ്പോ ഉപ്പയതാ പാതിരാത്രി സമയത്ത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി കാര്യം പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ് ഈ മകനിതാ മരണത്തോട് മല്ലടിക്കുകയാണ്. ഈ ലോകത്ത് വിട പറയുകയാണ്. അവസാന ശ്വാസം നിലയ്ക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ളതാകുന്ന സഹാബത്ത് അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്, കഫൻ ചെയ്യുകയാണ്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുകയാണ്, ഖബറടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഖബറടക്കിയതിന് ശേഷവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിച്ചതിന് മറുപടിയായി ഓതുന്നത് സൂറത്തുർ റഹ്മാനിലെ ആയത്താണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് രണ്ട് സ്വർഗമാണ്. അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകർഷണയായി അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ട് സ്വകാര്യമായി പാതിരാത്രി സമയത്തിന് ചെയ്യുന്ന ശീലതയിൽ കൂരിരട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്വൈരവിഹാരം നടത്താൻ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവളുടെ വീട്ടിൽ എല്ലാവിധ സൗകര്യത്തോടുകൂടി വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോ റബ്ബിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ബോധരഹിതനായി വീണതാകുന്ന ഇദ്ദേഹത്തിന് രണ്ട് സ്വർഗമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് വീണ്ടും ഓതുകയാണ്. മാ ജസാഉ ലിമൻ ഖാഫ റബ്ബിഹി. റബ്ബിനെ പേടിച്ചതാകുന്ന വ്യക്തിക്ക് എന്താണ് പ്രതിഫലമെന്ന് ഉപ്പാ ഉമറിനോട് ചോദിക്കണേ എന്ന് പറഞ്ഞതായ ആ സ്വഹാബിയുടെ ജനാസ വെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓതുകയാണ്. വലിമൻ ഖാഫ